പാർട്ടികളിലെ പിളർപ്പ്, ഭരണ അട്ടിമറി, ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്ക്, അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ, ഇങ്ങനെയൊക്കെ ഉഴുതുമറിഞ്ഞ രാഷ്ട്രീയ ഭൂപടമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയുടേത്. ഒന്നിച്ചു നിന്ന പാർട്ടികളും കുടുംബവുമൊക്കെ ചേരിതിരിഞ്ഞ് പോരടിക്കുമ്പോൾ ആർക്കാണ് ബലം? മഹാരാഷ്ട്രയിൽ പിളർന്നവരിൽ ശക്തിയാർക്കെന്ന പരീക്ഷണം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പ് കഥയിലേക്ക് എത്തും മുന്നേ ആ രാഷ്ട്രീയ നാടകത്തിന്റെ കഥ കൂടി പറയാം. എല്ലാം പതിവ് പോലെയായിരുന്ന 2019 ശിവസേനയും ബി.ജെ.പിയും ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയപ്പോൾ 48-ൽ 41 സീറ്റും ഒപ്പം പോന്നു. 23 സീറ്റ് ബി.ജെ.പിക്കും 18 ശിവസേനയ്ക്കും. മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിലും വിജയം. പക്ഷേ ആ മധുരം മെല്ലെ ചവർപ്പായി മാറി. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ബി.ജെ.പിയും ശിവസേനയും തമ്മിലടി. ഉടനെ ട്വിസ്റ്റ്. ഒരു പുലർച്ചെ ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒപ്പം ഉപമുഖ്യമന്ത്രിയായ ആളെ കണ്ട് ഇന്ത്യൻ രാഷ്ട്രീയം ഞെട്ടി. എൻ.സി.പിയുടെ തലമുതിർന്ന നേതാവും സാക്ഷാൽ ശരത് പവാറിന്റെ അനന്തരവനുമായ അജിത് പവാർ വിശ്വാസ വോട്ടെടുപ്പിന് മുന്നേ ആ തട്ടിക്കൂട്ട് സർക്കാർ വീണു. അപ്പോഴേക്കും പുതിയ സഖ്യം, ഒരു കാലത്തും ചേരില്ലെന്ന് കരുതിയ കോൺഗ്രസും ശിവസേനയും ഒറ്റ മുന്നണിയിൽ, ഒപ്പം എൻ.സി.പിയും. ഉദ്ധവ് മുഖ്യമന്ത്രിയായി. ഇതോടെ രാഷ്ട്രീയത്തിലെ സകല സാധ്യതകളുടെയും പരീക്ഷണശാലയായി മഹാരാഷ്ട്ര മാറി. ഒരു ചുവട് പിന്നോട്ട് വെച്ച ബി.ജെ.പിയുടെ കരുനീക്കങ്ങളിൽ മഹാവികാസ് അഘാടി സഖ്യം ആടിയുലഞ്ഞു. ബാൽ താക്കറെയുടെ വിശ്വസ്തനായി വളർന്ന ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി 2022-ൽ ബി.ജെ.പി ശിവസേനയെ പിളർത്തി. ഒരു വർഷം തികയും മുന്നേ പിന്നെയും നാടകം ആവർത്തിച്ചു. കഥാപാത്രങ്ങൾ മാത്രം മാറി. അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കി എൻ.സി.പിയെയും പിളർത്തി. സ്വന്തം പാർട്ടിയിലെ ചലനങ്ങൾ പോലും തിരിച്ചറിയാതെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ശരത് പവാർ നിസ്സഹായനായി. ഷിൻഡെയ്ക്കും അജിത് പവാറിനുമൊപ്പം ബി.ജെ.പി സഖ്യത്തിൽ കൂടിയ നേതാക്കൾ ഇ.ഡിയുടെയും സി.ബി.ഐയുടെയും അന്വേഷണം നേരിട്ടവരായിരുന്നു. സഖ്യത്തിലെത്തിയതിന് പിന്നാലെ അന്വേഷണ ഏജൻസികൾ ക്ലീൻ ചിറ്റ് നൽകിയതും വളരെ വേഗത്തിൽ. അത് വേറെ കഥ. ബി.ജെ.പിയും ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ.സി.പിയും ഇപ്പോൾ ഒരു ഭാഗത്ത്, കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിന്റെ എൻ.സി.പിയും മറുഭാഗത്ത്. വിജയപരാജയങ്ങളെ സ്വാധീനിക്കാവുന്ന പ്രകാശ് അംബേദ്കറുടെ വി.ബി.എയും അസദുദ്ദീൻ ഒവൈസിയുടെ എ.ഐ.എം.ഐ.എമ്മും കളത്തിലുണ്ട്. രസകരമായ രണ്ട് കാര്യങ്ങളുണ്ട്. എൻ.സി.പി സ്ഥാപകനായ ശരത് പവാറിന്റെ പാർട്ടിക്ക് ഇക്കുറി കാലങ്ങളായുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നം ക്ലോക്ക് ഇല്ല, പകരം കൊമ്പുവാദ്യം. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് അമ്പും വില്ലുമില്ല, ഇക്കുറി തീപ്പന്തമാണ്. തിരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ശിവസേനയുടെ 2 വിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത് വിദർഭ, മറാത്ത്വാദ മേഖലകളിലെ 3 മണ്ഡലങ്ങളിലാണ്. ശരിക്കുള്ള പോരാട്ടം ഇനി വരുന്നതേയുള്ളൂ. ശിവസേനയുടെ ശക്തി കേന്ദ്രമായ മുംബൈ, താനെ മേഖലകളിലും എൻ.സി.പിയുടെ സ്വാധീന മേഖലയായ വിദർഭയിലും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലും പൊടിപാറും മത്സരം. പിളർന്ന പാർട്ടികൾ തമ്മിൽ മാത്രമല്ല, പാർട്ടി പിളർന്നപ്പോൾ അകന്ന കുടുംബങ്ങൾ തമ്മിലും ഏറ്റുമുട്ടൽ. ഉദാഹരണം ബാരാമതിയാണ്. അവിടെ 1996-ന് ശേഷം പവാർ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരാളും ലോക്സഭ കണ്ടിട്ടില്ല. ആദ്യം ശരത് പവാറും ഇപ്പോൾ മകൾ സുപ്രിയ സുലെയും. എതിരാളി അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ. ഏകനാഥ് ഷിൻഡെയുടെ ശക്തി കേന്ദ്രമായ കല്യാണിൽ മത്സരത്തിനിറക്കിയത് മകൻ ശ്രീകാന്തിനെ. ഉദ്ധവിന്റെ ശിവസേന മറുഭാഗത്തും. ചുരുക്കത്തിൽ 2 ശിവസേനയ്ക്കും 2 എൻ.സി.പിക്കും അഭിമാന പോരാട്ടമാണ്. അണികൾ ആർക്കൊപ്പമെന്ന് തെളിയിക്കാൻ പിളർപ്പിന് ശേഷമുള്ള ആദ്യ അവസരം. പിളർന്ന് ബി.ജെ.പിക്കൊപ്പം പോയവരോട് മാത്രമല്ല, പാർട്ടി പിളർത്തിയ ബി.ജെ.പിയോടുള്ള പകയും ഉദ്ധവ് താക്കറയ്ക്കുണ്ട്. ഗ്രേറ്റർ മുംബൈയിലെ 6 മണ്ഡലങ്ങളിൽ ശക്തമായ പോരിന് ഇത് വഴിവെക്കും. അന്വേഷണ ഏജൻസികളുടെ വട്ടമിടലിന് പിന്നാലെ അശോക് ചവാനെയും നാരായൺ റാണയെയും ഉൾപ്പെടെ കൂടാരത്തിലെത്തിച്ച ബി.ജെ.പിക്ക് മറുപടി നൽകാൻ കോൺഗ്രസും കാത്തിരിക്കുന്നു. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ 11 മണ്ഡലങ്ങളെയും സ്വാധീനിക്കുന്ന കരിമ്പു കർഷകർ, വിദർഭ പ്രത്യേക സംസ്ഥാനത്തിനായി വാദിക്കുന്നവർ, അവിടെ ഇപ്പോഴും തുടരുന്ന കർഷക ആത്മഹത്യകൾ, മറാത്ത സംവരണ പ്രക്ഷോഭകർ, ഇവരുടെയെല്ലാം നിലപാട് ഇത്തവണ ബി.ജെ.പിക്കെതിരാണ്. ഇതുൾപ്പെടെ മഹാരാഷ്ട്രയിലെ 6 മേഖലകളിലും
കഴിഞ്ഞ തവണ നേട്ടം കൊയ്ത BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് എളുപ്പമാകില്ല. അത് മറികടക്കാൻ തുന്നിച്ചേർത്ത രാഷ്ട്രീയ സഖ്യങ്ങളിലാണ് BJPയുടെ പ്രതീക്ഷ. പിളർന്നെങ്കിലും ശരത് പവാറിന്റെ കൂടെയുള്ള NCPയും ഉദ്ധവ് താക്കറെയ്ക്കൊപ്പമുള്ള ശിവസേനയും ഇന്ത്യ സഖ്യത്തിന് നേട്ടമുണ്ടാക്കിയേക്കും. എന്നാൽ 5 മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഗാഡിയെ കൂടെ ചേർക്കാൻ കഴിയാത്തത് സഖ്യത്തിന് തിരിച്ചടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ രാഷ്ട്രീയം വലിയ ചർച്ചയാകുമ്പോൾ സംസ്ഥാനത്തെ അടിയും തിരിച്ചടിയും പകയും പകവീട്ടിലും ഒക്കെയായി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് മുംബൈയുടെ കഥ പറയുന്ന ഒരു ത്രില്ലർ സിനിമ പോലെ ഹരം പിടിപ്പിക്കും.